ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. സാൻഡ്വിച്ചിന് ബ്രെഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടത്, രാവിലെ ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളൻകിഴങ്ങ് ചെയ്ത് വെച്ചിരുന്നല്ലോ. ഉരുളൻകിഴങ്ങിൻ്റെ പൊറോട്ട ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ തന്നെ മസാലയാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത്. അതിനകത്ത് അല്പം ചീസ് നമുക്ക് ഇതിനകത്ത് വെക്കണം. അപ്പം ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തില്ല. അപ്പം ഈ ഉരുളൻകിഴങ്ങിനകത്ത് ഞാൻ പനീറും മല്ലിയിലയും ശകലം വെളുത്തുള്ളിയും ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ അതിനകത്ത് ഉപ്പ്, ശകലം മാഗി മസാല ഇട്ടായിരുന്നു. അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം ശകലം പച്ചമുളകും കൂടെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട്. ആ പേസ്റ്റും പിന്നെ ഞാൻ വെജിറ്റബിൾസ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വെജിറ്റബിൾസ് റോളല്ല, അതിനകത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്തത്, ഇത് വെജിറ്റബിൾസ് കട്ട് ചെയ്താണ്. ഇതിനകത്ത് ഞാൻ ചിക്കനും കൂടെ ഇട്ടായിരുന്നു. അതും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് രണ്ട് തരത്തിലും ഉണ്ടാക്കിയിട്ട് രണ്ടെണ്ണത്തെ 2 ബ്രെഡ് എടുത്തിട്ട് അതിൽ വേറെ വെക്കും. പിന്നെ ഇത് 2 ബ്രെഡ് എടുത്തിട്ട് ഇത് വെക്കും. അപ്പൊ ഇതിനകത്ത് ഞാൻ മയോണീസും കേച്ചപ്പും ഉപയോഗിക്കും. അപ്പൊ ഇതിലോട്ട് വെച്ചിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലോട്ട് ഇത് വെച്ചു. ഇത് വെച്ചിട്ട് ഇതിനകത്ത് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ റോൾ ഉണ്ടാക്കിയ എൻ്റെ വീഡിയോ ഉണ്ട്, അതിനകത്ത് വെജിറ്റബിൾസിന്റെ റോൾ ഉണ്ടാക്കാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പം അതിനകത്തറിയാം. അത് തന്നെയാണ് ഞാൻ ഇത് സാൻഡ്വിച്ചിനകത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ ചീസ് വെക്കുവാണ്. ചീസിന്റെ പൊടിയായിട്ടുള്ള ചീസ് കിട്ടുവേ, അതാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ഇത് വെച്ചു. ഉരുളൻകിഴങ്ങിന്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാൻഡ്വിച്ച് ഞാൻ ഉണ്ടാക്കിയ ഉരുളൻകിഴങ്ങിന്റെ പേസ്റ്റ് വെച്ചിട്ട് അതിനകത്തും ചീസ് പുരട്ടിയിട്ടാണ് ബ്രെഡ് മേളിൽ വെച്ചത്. അപ്പം ബ്രെഡ് മേളിൽ വെക്കുന്നതിന് മുന്നേ ബ്രെഡിൽ അല്പം മയോണൈസും കെച്ചപ്പും കൂടെ പുരട്ടണം. അപ്പം ഇത് ഞാൻ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഞാൻ സാൻഡ്വിച്ച് മേക്കറിൽ വെക്കുവാണ്. അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് 2 സൈഡിലെ എണ്ണ പുരട്ടി കൊടുക്കുക. അപ്പം ഞാൻ പുരട്ടിയേക്കാം. ഇതേണ്ട, ഞാനിങ്ങനെ പുരട്ടി 2 സൈഡിലും പുരട്ടി. അപ്പം അത് ഒട്ടി പിടിക്കത്തില്ല, നല്ലതായിട്ട് ആയി കിട്ടും. സാൻഡ്വിച്ച് മേക്കറെ വെച്ചിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് ഞാനിതിങ്ങനെ അടച്ചു വെച്ച് അതിൻ്റെ അടപ്പങ്ങ് ഊരി പോരുവേ. അപ്പം അത് വെച്ച് കൊടുത്താൽ മതി. അത് വെച്ച് കൊടുത്തു. അപ്പത്തേനും നമുക്ക് ഇതിൽ മയോണീസും കേച്ചപ്പും കൂടെ പുരട്ടാം. അതിൻ്റെ പുറത്തോട്ട് ഞാൻ കേച്ചപ്പ് ഒഴിക്കുകയാണ്. കേച്ചപ്പ് ഒരു ശകലം ഒഴിച്ചാൽ മതി, മയോണീസും ശകലം മതി. രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പം എൻ്റെ പിള്ളേർക്ക് ഇത് ഒത്തിരി ഉപയോഗിക്കുവേ. കഴിക്കുന്ന കൂട്ടത്തിൽ മുക്കി കഴിക്കും. പിന്നെ ഇതിലും ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് പുരട്ടുന്നത്. അതും ഇനി മയോണീസും കൂടെ ഒരല്പം ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാനിത് മിക്സ് ചെയ്ത് ഇനി അത് സാൻഡ്വിച്ച് നമ്മളുടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ, റെഡി ആവുമ്പോൾ നമുക്കതെടുത്ത് റെഡിയായി. ഇതിൻ്റെ പച്ച ലൈറ്റ് ഈ ഓണായിട്ട് വരുവേ. ആ പച്ച ലൈറ്റ് ഓണായി വരുമ്പോഴാണ് ഞാനിത് തുറക്കുന്നത്. പച്ച ലൈറ്റ് ഓണായി വരുമ്പം നമുക്കിത് തുറക്കാം. അപ്പൊ ഇത് 4 ബ്രെഡിന്റെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 4 ബ്രെഡ് ഒന്നിച്ച് വെച്ച് എങ്ങനെ ഉണ്ടാക്കാവുന്ന അതാണ്. ഇതിവിടെ റെഡിയായി. അതെടുത്ത് ഞാൻ ഇതിന് മേലിലോട്ട് വെച്ച് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കോർണർ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലോട്ട് ഇതൊക്കെ ഇങ്ങനെയാണ്. അപ്പൊ ട്രയാങ്കിൾ ഷേപ്പിൽ വരും. ഇതിങ്ങനെ കട്ട് ചെയ്തു. ഇതുണ്ട്, നമ്മളുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി സാൻഡ്വിച്ച് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. വ്യൂസും കുറവാണ്, സബ്സ്ക്രൈബറും കുറവാണ്. എല്ലാവരും കണ്ടിട്ട് അങ്ങ് വിടത്തേ ഉള്ളൂ. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല. അപ്പം വീഡിയോ എല്ലാവരും ഒന്നും മുഴുവനായിട്ടും കാണുന്നുമില്ല.
ഓക്കെ, എല്ലാവരും കാണണം. ഓക്കെ, ബൈ ബൈ.